CPI പാലക്കാട് ജില്ലാ സമ്മേളനത്തിന് വടക്കഞ്ചേരിയിൽ ഉജ്ജ്വല സമാരംഭം. പതാകജാതിയും റെഡ് വോളണ്ടിയർ മാർച്ചും നടന്നു. പ്രതിനിധി സമ്മേളനവും റിപ്പോർട്ട് അവതരണവും നടക്കും. വർഷത്തിനു ശേഷമാണ് വടക്കഞ്ചേരിയിൽ CPI ജില്ലാ സമ്മേളനത്തിന്റെ അരങ്ങേറ്റം. ഉജ്ജ്വല മാർച്ചോടെയാണ് സമ്മേളനത്തിന് നഗരിയിൽ തുടക്കമായത്. KV ശ്രീധരൻ നഗറിൽ ആരംഭിച്ച സമ്മേളനത്തിന്റെ ഭാഗമായി തൃത്താല പരതൂരിൽ നിന്നെത്തിച്ച പതാക നേതാക്കൾ ചേർന്ന് കൈമാറി. തുടർന്ന് പതാക ഉയർത്തൽ ചടങ്ങ് നടന്നു. നഗരത്തെ പ്രകമ്പനം കൊള്ളിച്ച നൂറുകണക്കിന് പേർ പങ്കെടുത്ത റെഡ് വോളണ്ടിയർ മാർച്ച് നടന്നു. നിങ്ങളുടെ യൗവനം എന്തിനു വേണ്ടി എന്നത് നിങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണ്. പക്ഷെ അത് ഒരു രാജ്യത്തിനും സമൂഹത്തിനും വേണ്ടി ഉപയോഗിച്ചാലാണ് നിങ്ങൾക്കും ഭാവി ഉണ്ടാവുന്നത്, രാജ്യത്തിനും ഭാവി ഉണ്ടാവുന്നത്. ഭാവിയിൽ ഒരു നല്ല ഇന്ത്യയും നല്ല കേരളവും നല്ല കുടുംബങ്ങളും ഒക്കെ ഉണ്ടാവും. ചെറുപ്പം എങ്ങനെ ചിന്തിക്കുന്നു എന്നത് അതിൽ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ഈ വാളണ്ടിയർമാരായി മാർച്ച് ചെയ്തു വന്ന ചെറുപ്പക്കാരായ പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ ചേർന്ന നിങ്ങളുടെ ഉള്ളിലെ ആദർശാത്മകമായ ഒരഭിനിവേശമായിരിക്കും നാളത്തെ വടക്കഞ്ചേരിയും ആലത്തൂരും പാലക്കാടും അതുവഴി കേരളവും ഇന്ത്യയും ഒക്കെ സൃഷ്ടിക്കുന്നതിന് നിങ്ങൾ എങ്ങനെ കണ്ണിയാകുന്നു എന്ന് തീരുമാനിക്കും. മുൻമന്ത്രിയും ദേശീയ സമിതി അംഗവുമായിരുന്ന KE ഇസ്മയിലിനെ സമ്മേളനത്തിന് ക്ഷണിക്കാത്തത് സമ്മേളനവേദിയിൽ ചർച്ചയായിരിക്കെ അദ്ദേഹത്തിന്റെ മൂത്ത സഹോദരൻ KE ഹനീഫ സമ്മേളനവേദിയിലെത്തി. പട്ടാമ്പി MLA മുഹമ്മദ് മുഹ്സിനും സമ്മേളനത്തിലെ ശ്രദ്ധാകേന്ദ്രമായി. ഇസ്മയിലിനെതിരെ പാർട്ടി അച്ചടക്ക നടപടി സ്വീകരിച്ചതിനെ തുടർന്നാണ് സമ്മേളനത്തിന് ക്ഷണിക്കാതിരുന്നതെന്നാണ് ജില്ലാ സെക്രട്ടറി KP സുരേഷ് രാജ് പറയുന്നത്. അദ്ദേഹത്തിന് അനുഭാവി എന്ന നിലയിൽ പങ്കെടുക്കാമെന്ന് അദ്ദേഹം പറഞ്ഞെങ്കിലും കേരളത്തിലെ തലമുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ തട്ടകത്തിൽ അദ്ദേഹത്തിന്റെ അസാന്നിധ്യം പ്രത്യേകം ശ്രദ്ധിക്കപ്പെടുകയാണ്. ജില്ലാ നേതൃത്വം എതിർക്കുന്നുണ്ടെങ്കിലും ഇസ്മയിലിനെ പാർട്ടിയിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്നാണ് സംസ്ഥാന സമിതിയുടെ പക്ഷം. പാർട്ടിയിലെ വിമതർ സേവ് CPI ഫോറം രൂപീകരിച്ച് പ്രവർത്തിക്കുന്നതും സമ്മേളനകാലത്ത് തലവേദനയാണ്. UTV ന്യൂസ്, പാലക്കാട്.